രാജസ്ഥാനിലെ ശ്രീകണ്ഠ നഗർ 1973 സെപ്റ്റംബർ മാസം 9 പുലർച്ചെ കൃത്യം 7 മണി. എല്ലാ ദിവസത്തെയും പോലെ ശ്യാം സിംഗ് തന്റെ ഗ്രാമത്തിലെ ഗുരുദ്വാരയിലേക്ക് നടക്കുകയായിരുന്നു. അവിടെയൊക്കെ തികഞ്ഞ നിശബ്ദതയായിരുന്നു. കെയർടേക്കർമാർ ഉറക്കമുണർന്നിട്ടില്ല എന്ന് കരുതി ശ്യാം സിംഗ് ഗുരുദ്വാരയുടെ വാതിൽ തുറന്നു. പക്ഷെ ഉള്ളിലെ കാഴ്ച കണ്ട അയാൾ മരവിച്ചുപോയി. ഗുരുദ്വാരയിലെ 3 കെയർടേക്കർമാർ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. അവിടുത്തെ സാധനങ്ങളെല്ലാം നിലത്ത് ചിതറിക്കിടക്കുന്നു. മുറികളുടെ പൂട്ടുകളെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. ഭയന്ന് വിറച്ച ശ്യാം സിംഗ് ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. കെയർടേക്കറായ കർത്താർ സിംഗ് മരണപ്പെട്ടിരുന്നു. ബാക്കി 2 പേരായ മതാർ സിംഗും ബസീർ സിംഗും വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു. അവരെ ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വഴിമധ്യേ മതാർ സിംഗും മരണത്തിന് കീഴടങ്ങി. ഇനി ആകെയുള്ള സാക്ഷി വസീർ സിംഗ് മാത്രമാണ്. പക്ഷേ വസീർ സിംഗിന് കാഴ്ചശക്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അയാൾക്കും അറിയില്ലായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി. 3 പേരുടെയും ചെവിയുടെ തൊട്ട് താഴെയായിട്ടാണ് മാരകമായി അടിച്ചിരിക്കുന്നത്. ഇത് പോലീസിനെ ഞെട്ടിച്ചു. കാരണം ഇതിനു മുൻപ് രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലായി 70ഓളം പേർ ഇതേ രീതിയിൽ, അതായത് ചെവിയുടെ താഴെ അടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാത്രിയുടെ ഇരുട്ടിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരമായാൽ ആളുകൾ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയന്നു. ചെവിയുടെ താഴെ അടിച്ച് ജീവനെടുക്കുന്ന ഈ അജ്ഞാത കൊലയാളിയെ ആളുകൾ ഭയത്തോടെ വിളിച്ചു കാൻപട്ടിമാർ. ആരാണ് ഇയാളെന്നോ എന്തിനാണിത് ചെയ്യുന്നതെന്നോ ആർക്കും അറിയില്ലായിരുന്നു. ഒടുവിൽ രാജ്യം കണ്ട ഏറ്റവും ദുരൂഹമായ ഈ സീരിയൽ കില്ലർ കേസ് തെളിയിക്കപ്പെട്ടത് എങ്ങനെയെന്നറിയാമോ? ആ കൊലയാളി തന്നെ പോലീസിന് മുന്നിൽ വന്ന് തന്റെ കുറ്റങ്ങളെല്ലാം സമ്മതിച്ചതുകൊണ്ടാണ്. ഇന്ത്യൻ ക്രൈം ഹിസ്റ്ററിയിലെ ഭീതിപ്പെടുത്തുന്ന സീരിയൽ കില്ലറായ കാൻപട്ടിമാറിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കേസ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി കഷ്ടിച്ച് 5 വർഷം മാത്രം കഴിഞ്ഞ കാലം. വിഭജനത്തിന്റെ മുറിവുകളും സാമ്പത്തിക പ്രതിസന്ധികളും കാരണം ഇന്ത്യ വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്ന സമയം. ഈ നിർണായക ഘട്ടത്തിലാണ് 1952 രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ഒരു മധ്യവർഗ കുടുംബത്തിൽ ശങ്കർ പ്രജാപതി എന്നൊരു ആൺകുട്ടി ജനിക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു മധ്യവർഗ കുടുംബത്തിൽ ആൺകുട്ടി ജനിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് മാതാപിതാക്കൾ കണ്ടിരുന്നത്. തങ്ങളുടെ മകൻ നന്നായി പഠിച്ച് വലിയൊരു നിലയിൽ എത്തണമെന്നവർ ആഗ്രഹിച്ചു. അതിനായി അവനെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. പക്ഷേ ചെറുപ്പം മുതലേ ശങ്കറിന്റെ ചിന്തകളും സ്വഭാവവും മറ്റു കുട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. പ്രായമാകും തോറും അവന്റെ ശ്രദ്ധ പഠനത്തിൽ നിന്നും പൂർണ്ണമായും അകന്നുപോയി. ഇത് കണ്ട മാതാപിതാക്കളുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. അവൻ പഠിക്കില്ല എന്ന് മനസ്സിലായതോടെ അവനോടുള്ള അവരുടെ പെരുമാറ്റവും മാറി. അവന് വേണ്ടി പണം ചിലവഴിക്കുന്നത് അവർ നിർത്തി. സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിച്ചു കൊള്ളാൻ അവർ അവനോട് പറഞ്ഞു. മാതാപിതാക്കൾക്കൊപ്പം തന്നെയാണ് കഴിഞ്ഞിരുന്നതെങ്കിലും അവരിൽ നിന്നുള്ള പിന്തുണ അവന് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വന്നപ്പോൾ ശങ്കർ അയൽപ്പക്കങ്ങളിൽ ചെറിയ രീതിയിലുള്ള മോഷണങ്ങൾ നടത്താൻ തുടങ്ങി. നാട്ടുകാരുടെ അഭിപ്രായത്തിൽ അവൻ രഹസ്യമായി ക്ഷേത്രങ്ങളിൽ കയറി കാണിക്ക വഞ്ചിയിലെ പണം മോഷ്ടിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ ആളുകളുടെ വീടുകളിൽ അതിക്രമിച്ചു കയറി ഭക്ഷണം വരെ എടുത്തു മാറ്റും. പലതവണ നാട്ടുകാർ അവനെ പിടികൂടി ക്രൂരമായി മർദ്ദിച്ചിട്ടുമുണ്ട്. പക്ഷേ അവൻ മോഷണം നിർത്തിയില്ല. മാതാപിതാക്കൾ അവനെ ഒരു പരാജയമായി കണക്കാക്കിയത് കൊണ്ട് തന്നെ അവന് വേണ്ടി 1 രൂപ പോലും ചിലവാക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഒരു പക്ഷേ അവന്റെ കുറവുകളോടെ അവനെ സ്വീകരിക്കാനോ അവന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൂടെ നിൽക്കാനും മാതാപിതാക്കൾ തയ്യാറായിരുന്നെങ്കിൽ അവൻ ഈ വഴി തിരഞ്ഞെടുക്കില്ലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഈ മോഷണങ്ങൾ കാരണം സമൂഹം അവനെ ഒരു കുറ്റവാളിയായി മുദ്രകുത്തി. സമൂഹത്തിൽ ഒരാളെ കുറ്റവാളിയായി മുദ്രകുത്തിയാൽ അയാൾ ഭാവിയിൽ കൂടുതൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിർഭാഗ്യവശാൽ ശങ്കറിന്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയായിരുന്നു. ജയ്പൂരിൽ ശങ്കറിനുള്ള ചീത്തപ്പേര് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതോടെ അവന്റെ കുടുംബത്തിന്റെ ജീവിതവും അവിടെ വളരെ ദുസ്സഹമായി മാറി. അങ്ങനെ നാണക്കേട് താങ്ങാനാകാതെ 1970കളുടെ തുടക്കത്തിൽ ശങ്കറും കുടുംബവും ജയ്പൂർ വിട്ട് രാജസ്ഥാനിലെ തന്നെ ശ്രീകരൺപൂർ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. ശങ്കറിന് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞു. പുതിയൊരു സ്ഥലത്തെത്തുമ്പോൾ അവൻ പഴയ തെറ്റുകളെല്ലാം തിരുത്തി ജീവിക്കുമെന്ന് കുടുംബം കരുതി. പക്ഷേ അത് അവരുടെ വെറുമൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു.
അവിടെ എത്തിയിട്ടും ശങ്കർ തന്റെ മോഷണ സ്വഭാവം മാറ്റിയില്ല. ശ്രീകരൻപൂരിലും അവൻ പലതവണ മോഷണ കേസുകളിൽ പോലീസിന്റെ പിടിയിലാവുകയും ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. വൈകാതെ ആ നാട്ടിലും അവനൊരു വില്ലനായി മാറി. അയൽക്കാർ അവനുമായും അവന്റെ മാതാപിതാക്കളുമായും നിരന്തരം വഴക്കിടാൻ തുടങ്ങി. ഇതോടെ അവിടെയും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ശങ്കർ വീട് വിട്ടിറങ്ങി ഒരു കൂലിപ്പണിക്കാരനായി ജോലി ചെയ്യാൻ തുടങ്ങി. സ്വന്തം താല്പര്യപ്രകാരം എടുത്തൊരു തീരുമാനമായിരുന്നില്ല ഇത്, മറിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായിരുന്നു. മാതാപിതാക്കളുമായുള്ള ബന്ധം പൂർണ്ണമായും തകർന്നതുകൊണ്ട് തന്നെ ആ വീട് വിട്ടിറങ്ങാൻ അവന് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. പക്ഷെ ശങ്കർ വീട് വിട്ടിറങ്ങി അധികം വൈകാതെ തന്നെ ശ്രീകരൻപൂർ ടൗണിൽ നിന്നും ആ നടുക്കുന്ന വാർത്ത പുറത്തു വന്നു. അവിടെ ഒരേ സമയം 5 പേർ കൊല്ലപ്പെട്ടു. ആ 5 പേരുടെയും തലയ്ക്ക് കനമുള്ള ഏതോ ആയുധം കൊണ്ട് അടിയേറ്റു. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് ഒരു തെളിവും ലഭിച്ചില്ല. ഒടുവിൽ അതൊരു തെളിയാത്ത കേസായി മാറി. അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ മറ്റ് പല ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് തെളിവുകളൊന്നുമില്ലാത്ത ഈ കേസിന് പിന്നാലെ പോകാൻ പോലീസിന് കഴിഞ്ഞതുമില്ല. എന്നാൽ വൈകാതെ രാജസ്ഥാന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും സമാനമായ കൊലപാതക വാർത്തകൾ വരാൻ തുടങ്ങി. കൊല്ലപ്പെട്ടവരുടെ എല്ലാം ചെവിയുടെ താഴെയാണ് മാരകമായി പരിക്കേറ്റിരുന്നത്. ഏറ്റവും വിചിത്രമായൊരു കാര്യം, കൊല്ലപ്പെട്ടവർ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. പോലീസിന് മുന്നിൽ തെളിവുകളോ സാക്ഷികളോ ഇല്ലായിരുന്നു. എങ്കിലും ഒരൊറ്റ കാര്യത്തിൽ പോലീസിന് ഉറപ്പുണ്ടായിരുന്നു, ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത് ഒരാൾ തന്നെയാണ്. ഇത് രാജസ്ഥാനിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഹരിയാനയിലേക്കും പഞ്ചാബിലേക്കും ഈ കൊലപാതക പരമ്പര വ്യാപിച്ചു. ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭീതി പടർന്നു പിടിച്ചു. ഓർത്തുവയ്ക്കുക, 1970കളിലെ ആ സമയമെന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കാലമായിരുന്നു. ഇന്ത്യ മുഴുവനും പാകിസ്ഥാനെ കുറിച്ചുള്ള ആശങ്കയിലായിരുന്നപ്പോൾ മറുവശത്തെ കൊലപാതകങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കേസുകൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചില്ല. ഇതിന്റെ ഫലമായി 1971നും 1973നും ഇടയിൽ 72ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ജനങ്ങൾക്കിടയിൽ ഈ ക്രൂരനായ കൊലയാളിയെ ഒറ്റ പേരിലാണ് അറിയപ്പെട്ടത്, കാൻപട്ടിമാർ. ഈ കൊലപാതകങ്ങളെല്ലാം ഇരുട്ടിന്റെ മറവിൽ നടന്നതുകൊണ്ട് തന്നെ കാൻപട്ടിമാറിന്റെ മുഖം കണ്ട ഒരൊറ്റ ആൾ പോലും ജീവനോടെ ഉണ്ടായിരുന്നില്ല. ഭയം കാരണം രാത്രികാലങ്ങളിൽ ആരും തന്നെ വീടിന് പുറത്തിറങ്ങാതെയായി. കടുത്ത വേനൽക്കാലത്ത് പോലും ആളുകൾ ജനലുകളും വാതിലുകളും അടച്ചുപൂട്ടി ഒരൊറ്റ മുറിയിൽ ഒന്നിച്ചൊതുങ്ങിക്കൂടിക്കിടന്നു. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ജനങ്ങൾ വീടുകളിൽ ഒളിക്കും. കാരണം കാൻപട്ടിമാറിന്റെ അടുത്ത ഇര ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇതൊരു മനുഷ്യന്റെ പണിയല്ല, മറിച്ച് ഏതെങ്കിലും പ്രേതത്തിന്റെയോ ദുർഭൂതത്തിന്റെയോ വിളയാട്ടം ആണെന്ന് വരെ അക്കാലത്ത് ആളുകൾക്കിടയിൽ ഒരു കിംവദന്തികൾ പടർന്നു. എന്നാൽ കാൻപട്ടിമാറിന്റെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചിലർ ആ സത്യം വെളിപ്പെടുത്തി. അതൊരു പ്രേതമല്ല, പുതപ്പ് പുതച്ചെത്തുന്ന മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളൊരു മനുഷ്യനാണ്. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതോടെ രാത്രികാലങ്ങളിൽ പുതപ്പ് ധരിച്ച് ആരെങ്കിലും വഴിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആളുകൾ ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയായി. അപ്പോഴേക്കും കാൻപട്ടിമാർ 68-ലധികം പേരുടെ ജീവൻ എടുത്തിരുന്നു. എന്നിട്ടും പോലീസിന് കൊലയാളിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. പക്ഷേ ഈ കഥയിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത് 1973 സെപ്റ്റംബർ 9-നാണ്. അന്ന് രാത്രിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ശ്രീകണ്ഠനഗറിലെ ആ ഗുരുദ്വാരയിൽ 3 കെയർടേക്കർമാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ 2 പേർ മരണപ്പെട്ടു. അവരുടെയും ചെവിയുടെ താഴെയാണ് അടിയേറ്റിരുന്നത്. അതിനർത്ഥം ആ രാത്രിയിൽ കാൻപട്ടിമാർ അവിടെ എത്തിയിരുന്നു. ഒരു പുണ്യസ്ഥലത്ത് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം നടന്നത് സിഖ് സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിനും ഭീതിക്കും കാരണമായി. ജനങ്ങളുടെ സമ്മർദ്ദം ശക്തമായതോടെ അന്നത്തെ SP ആയ ശ്യാം പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പോലീസ് ഗുരുദ്വാരയിലെ ക്രൈം സീൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്, കൊലയാളി അവിടെ വന്നത് കേവലം ജീവനെടുക്കാൻ വേണ്ടി മാത്രമല്ല, മോഷണത്തിനും കൂടിയാണ്. അവിടുത്തെ സാധനങ്ങളെല്ലാം നിലത്ത് ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചിതറിക്കിടന്നിരുന്ന ഒരു ടിൻ ബോക്സിൽ രക്തം പുരണ്ട വിരലടയാളങ്ങളും തറയിൽ രക്തത്തിൽ മുങ്ങിയ കാൽപ്പാടുകളും പോലീസ് കണ്ടെത്തി. 1970കളിൽ ഇന്ത്യയിൽ ഫോറൻസിക് സംവിധാനങ്ങൾ അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലമായിരുന്നിട്ട് കൂടിയും പോലീസ് ഈ തെളിവുകളെല്ലാം ശേഖരിച്ച് ജയ്പൂരിലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് അയച്ചു. എങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ കുറവ് കാരണം അന്വേഷണം പഴയ പരമ്പരാഗത രീതികളിലേക്ക് തന്നെ പോലീസിന് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ നഗരത്തിലെ ഒരാൾ പോലീസിനൊരു നിർണായക വിവരം നൽകുന്നത്. സെപ്റ്റംബർ 9-ന് റെയിൽവേ ട്രാക്കിലൂടെ അപരിചിതനായ ഒരാൾ നടന്നു പോകുന്നത് കണ്ടുവെന്നായിരുന്നു അത്. അതൊരു ചെറിയ ടൗൺ ആയതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് പരസ്പരം അറിയാമായിരുന്നു. എന്നാൽ ഇയാൾ അവിടെയുള്ള ആളായിരുന്നില്ല. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ അന്നൊരാൾ അവിടെ നിന്നും പഞ്ചാബിലെ ഭട്ടിണ്ടയിലേക്ക് ടിക്കറ്റ് എടുത്തതായി റെയിൽവേ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ സ്ഥിരീകരിച്ചു. ഇതോടെ ഗുരുദ്വാരയിൽ കൊലപാതകം നടത്തിയ ആൾക്ക് ഭട്ടിണ്ടയുമായി എന്തോ ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു.
കാരണം ഭട്ടിണ്ടയിലും സമാനമായ രീതിയിൽ ചെവിയുടെ താഴെ അടിയേറ്റ് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭട്ടിണ്ട പോലെ വലിയൊരു നഗരത്തിൽ നിന്നും ആ അജ്ഞാത കൊലയാളിയെ കണ്ടെത്തുക എന്നത് അക്കാലത്ത് അസാധ്യമായ കാര്യമായിരുന്നു. പോരാത്തതിന് ഈ കേസ് പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടന്നതുകൊണ്ട് രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് പോലീസുകാർക്കിടയിൽ കൃത്യമായ ഏകോപനമോ ആശയവിനിമയമോ ഉണ്ടായിരുന്നില്ല. വൈക്കോൽ തുരപ്പിൽ നിന്ന് സൂചി തിരയുന്നത് പോലെയായിരുന്നു പോലീസിന്റെ അവസ്ഥ. പക്ഷേ SP ശ്യാം പ്രതാപ് സിംഗ് തന്റെ പരമ്പരാഗത അന്വേഷണ രീതികളിലേക്ക് തന്നെ മടങ്ങി. കാൻപട്ടിമാറിന്റെ ആക്രമണത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടവരെയെല്ലാം അദ്ദേഹം നേരിട്ട് വിളിച്ചുകൂട്ടി. അവരെ വ്യത്യസ്ത മുറികളിൽ ഇരുത്തി മൊഴിയെടുത്തു. പല സ്കെച്ച് ആർട്ടിസ്റ്റുകളെ കൊണ്ട് കൊലയാളിയുടെ ചിത്രം വരപ്പിച്ചു. വിസ്മയകരമെന്ന് പറയട്ടെ, എല്ലാവരും പറഞ്ഞ അടയാളങ്ങൾ വെച്ച് വരച്ച സ്കെച്ചുകളെല്ലാം പരസ്പരം ഒത്തുപോവുകയായിരുന്നു. ഒടുവിൽ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് അതിന്റെ ഫൈനൽ സ്കെച്ച് തയ്യാറാക്കി 3 സംസ്ഥാനങ്ങളിലെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അയച്ചു. സ്കെച്ച് കിട്ടിയെങ്കിലും അന്വേഷണം മാസങ്ങളോളം നീണ്ടുപോയി. പോലീസ് പോലും പ്രതീക്ഷ കൈവിട്ട അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഭട്ടിണ്ട റെയിൽവേ സ്റ്റേഷനിൽ ആ സ്കെച്ചിലുള്ളതുപോലുള്ള ഒരാളെ കണ്ടതായി പോലീസിന് വിവരം ലഭിക്കുന്നത്. ഒട്ടും സമയം കളയാതെ SP ശ്യാമും സംഘവും ഭട്ടിണ്ടയിലെത്തി. അങ്ങനെ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ 1974 ജൂലൈ 3-ന് ഭട്ടിണ്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രത്തൻ ലാൽ എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ ഒരു റിക്ഷാ തൊഴിലാളിയായിരുന്നു അവൻ. അവനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നാട്ടുകാരനായ ഒരു ഭൂ ഉടമ പോലീസിനെ സമീപിക്കുന്നത്. 1 വർഷം മുൻപ് രത്തൻലാൽ തന്റെ പാടത്ത് പണിക്ക് നിന്നിരുന്നുവെന്നും മോഷണ കുറ്റത്തിന് അവനെ അടിച്ചു പുറത്താക്കിയതാണെന്നും അയാൾ പറഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ രത്തൻലാൽ താമസിച്ചിരുന്നത് രാജസ്ഥാനിലെ ശ്രീകരൻപൂരിലാണെന്ന് മനസ്സിലായി. വർഷങ്ങൾക്ക് മുൻപ് അവിടെ 5 പേർ ഇതേ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്ന കാര്യം പോലീസ് ഓർത്തു. ഇതേക്കുറിച്ച് പോലീസുകാർ രത്തൻലാലിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി കേട്ട് പോലീസുകാർ പോലും ഞെട്ടിത്തരിച്ചുപോയി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 5ഓ 10ഓ പേരെ അല്ല, 72 പേരെ കൊന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ പേരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ചിലരൊക്കെ രക്ഷപ്പെട്ടുപോയി. പല കൊലപാതകങ്ങളും പോലീസിന്റെ റെക്കോർഡിൽ പോലും വന്നിട്ടില്ല. കൊലപാതകങ്ങൾക്ക് സ്ഥിരമായി ഒരായുധവും അവൻ ഉപയോഗിച്ചിരുന്നില്ല. ആ സമയത്ത് കയ്യിൽ കിട്ടുന്ന കനമുള്ള എന്തും വെച്ച് ഒരൊറ്റ അടി. അതോടെ ഇരകൾ നിലത്ത് വീണ് ചോരയൊലിപ്പിച്ച് പിടഞ്ഞു മരിക്കുമായിരുന്നു. ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നതോടെ കേസ് CBIക്ക് കൈമാറി. കൂടുതൽ തെളിവെടുപ്പിനായി അവനെ ശ്രീകരൻപൂരിലേക്ക് കൊണ്ടുപോയപ്പോൾ നാട്ടുകാർ അവനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ആ രത്തൻലാൽ മറ്റാരുമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് അവിടെ ചെറിയ മോഷണങ്ങൾ നടത്തി നാട്ടുകാർ കുറ്റവാളിയെ മുദ്രകുത്തിയ ശങ്കർ പ്രജാപതിയായിരുന്നു. ഒരു ദൃക്സാക്ഷിയുടെ വിവരണമനുസരിച്ച് ശ്രീകരൻപൂരിൽ വെച്ച് പോലീസ് അവനോട്, നീ എങ്ങനെയൊക്കെയാണ് അവരെ കൊന്നത്? ഇങ്ങനെ ചോദിച്ചപ്പോൾ ശങ്കർ ഉറക്കെ ചിരിച്ചുകൊണ്ട് ക്രൂരതയോടെ പറഞ്ഞു, ആദ്യം എൻ്റെ കയ്യിലെയും കാലിലെയും ഈ വിലങ്ങുകളൊന്ന് അഴിക്കൂ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ആരെയൊക്കെ എങ്ങനെ കൊന്നുവെന്ന്. ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പോലും ഒന്ന് വിറച്ചുപോയി. കാരണം ഇത്രയൊക്കെ ആയിട്ടും അവന് തൻ്റെ ക്രൂരതയിൽ യാതൊരു ഭയവും ഇല്ലായിരുന്നു. തുടർന്ന് കൂടുതൽ തെളിവെടുപ്പിനായി അവളെ ഷാദുൾ സിറ്റിയിലെ ആ ഗുരുദ്വാരയിൽ എത്തിച്ചു. താൻ എങ്ങനെയാണ് ഉള്ളിൽ കയറിയതെന്നും ഉറങ്ങിക്കിടന്ന ആ 3 പേരെയും എങ്ങനെയാണ് ആക്രമിച്ചതെന്നും അവൻ പോലീസിന് കാണിച്ചു കൊടുത്തു. പക്ഷേ വലിയൊരു നിരാശയോടെ അവൻ പോലീസിനോട് പറഞ്ഞു, അത്രയും വലിയ സ്ഥലത്ത് നിന്നും എനിക്ക് ആകെ കിട്ടിയത് വെറും 19 രൂപ മാത്രമാണ്. ഈ ക്രൂരതയ്ക്ക് ശേഷം അവിടുത്തെ കുളത്തിൽ നിന്നും ചോരക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് നന്നായി കുളിച്ച ശേഷമാണ് അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. കേസ് കോടതിയിലെത്തിയപ്പോൾ ശങ്കറിന് വേണ്ടി വക്കാലത്തെടുക്കാൻ ഒരു അഭിഭാഷകനും തയ്യാറായില്ല. ഒടുവിൽ മണിറാം ജൽപാൽ എന്ന ഒരു പുതിയ യുവ വക്കീൽ ആ കേസ് ഏറ്റെടുത്തു. അദ്ദേഹം പിന്നീട് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. ശങ്കറിനെ ജയിലിൽ പോയി കണ്ടപ്പോൾ അവൻ പറഞ്ഞത്, പണത്തിന് ആവശ്യം വരുമ്പോഴൊക്കെ അവൻ ആരുടെയെങ്കിലും വീട്ടിൽ കയറി അവരെ കൊല്ലും, എന്നിട്ട് പണവും ആഭരണങ്ങളുമായി കടന്നു കളയും. അതിലും വിചിത്രമായ കാര്യം, ഓരോ കൊലപാതകത്തിന് ശേഷവും തൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അവന് ഹരിദ്വാറിൽ പോയി ഗംഗാ നദിയിൽ മുങ്ങി കുളിക്കുമായിരുന്നു. ശങ്കർ കോടതിയിൽ തൻ്റെ എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു. അങ്ങനെ 1975 ജൂൺ 27-ന് ജില്ലാ കോടതി അവന് വധശിക്ഷ വിധിച്ചു. ശിക്ഷ കുറയ്ക്കാനായി അവൻ രാജസ്ഥാൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും വധശിക്ഷ തന്നെ ശരിവയ്ക്കപ്പെട്ടു. ഒടുവിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയെങ്കിലും അതും തള്ളി. ഇന്നത്തെ കാലത്ത് ഒരു കേസിൽ വിധി വരാൻ വർഷങ്ങളെടുക്കും. എന്നാൽ ഇന്ത്യ മുഴുവനും നടക്കിയ ഈ കേസിൽ വെറും 5 മുതൽ 6 മാസങ്ങൾ കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ നിയമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ നടന്ന വിചാരണകളിൽ ഒന്നായി ഇത് മാറി. അങ്ങനെ 1976 മെയ് 16-ന് ജയ്പൂർ ജയിലിൽ വെച്ച് ശങ്കറിനെ തൂക്കിലേറ്റി. മരണത്തിന് തൊട്ടു മുൻപ് അവൻ പറഞ്ഞ അവസാന വാക്കുകൾ ഇതായിരുന്നു, ഞാൻ ഒരുപാട് പേരെ ഒരു കാരണവുമില്ലാതെ കൊന്നിട്ടുണ്ട്.
എന്നെപ്പോലെ നിങ്ങൾ ആരും ആകരുത്. പണത്തിനു വേണ്ടി മാത്രമായിരുന്നോ ശങ്കർ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത്? അല്ല. ചോദ്യം ചെയ്യൽ അവൻ പോലീസിനോട് പറഞ്ഞത് മനുഷ്യരുടെ മരണ നിലവിളി കേൾക്കാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ്. അതവനൊരു ലഹരിയായി മാറിയിരുന്നു. ആളുകൾ നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ തനിക്ക് അതൊരു പാട്ടുപോലെ തോന്നുമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. എങ്കിലും നിരപരാധികളായ ഇത്രയും പേരെ കൊന്നതിൽ മരിക്കാൻ നേരത്ത് പോലും അവന് നേരിയ മാനസിക വിഷമം ഉണ്ടായിരുന്നു. ശങ്കറിന്റെ ഈ ക്രൂരമായ മാനസികാവസ്ഥയ്ക്ക് പിന്നിൽ അവന്റെ കുട്ടിക്കാലമായിരുന്നു പ്രധാന കാരണം. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാത്തതും സമൂഹം അവനൊരു കുറ്റവാളിയായി മുദ്ര കുത്തിയതും ഒടുവിൽ ചെന്ന് അവസാനിച്ചത് 70-ലധികം നിരപരാധികളുടെ ജീവനിലാണ്. ഇതാണ് കാൻപട്ടിമാർ എന്ന ശങ്കർ പ്രജാപതിയുടെ കഥ. ഇന്നത്തെ ആധുനിക കാലത്ത് കാൻപട്ടിമാർ പോലുള്ള കൊലയാളികൾ ഉണ്ടായാൽ അവർക്ക് ഇത്രയും കൊലപാതകങ്ങൾ നടത്താൻ സാധിക്കുമോ? അതോ നമ്മുടെ നിയമവ്യവസ്ഥയിലെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് അവർ രക്ഷപ്പെടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.